നബിദിനത്തോടനുബന്ധിച്ച് എല്ലായിടത്തും റാലിയും മറ്റാഘോഷങ്ങളും നടത്തുന്നത് പതിവാണ്. ഇത്തവണ വേറിട്ടൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുകയാണ് കാസർഗോഡ് നിന്നുള്ള നബിദിന റാലി. കോട്ടിക്കുളം നൂറുൽ ഹുദ മദ്രസയുടെ നബിദിന റാലിയിലെ വോളണ്ടിയർമാർ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുന്നിലെത്തിയപ്പോൾ നേരെ തിരിഞ്ഞ് ക്ഷേത്രത്തിന് ബിഗ് സല്യൂട്ട് നൽകി. നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ നേർചിത്രമായ വീഡിയോ കേരളം മുഴുവൻ ഏറ്റെടുത്തു. ദ റിയൽ കേരള സ്റ്റോറി. പാലക്കുന്നിലെ മാനവ സൗഹാർദ്ദ കാഴ്ച ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ആളുകളെല്ലാം തന്നെ ഏറ്റെടുത്തു. വലിയ വൈറലായിരിക്കുകയാണ്. അതായത് നബിദിന ആഘോഷത്തിനിടെയാണ് ഈ പാലക്കുന്നിലെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നബിദിന ആഘോഷത്തിനിടെ ഉണ്ടായ ആളുകൾ, അതായത് വളണ്ടിയർമാർ സല്യൂട്ട് നൽകുന്ന ഒരു വീഡിയോ ഏകദേശം ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നു. ചേട്ടാ, കഴിഞ്ഞ കാലങ്ങളിലായൊക്കെ നടത്താറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇതൊരു സംഭവമായിട്ട് നടക്കുന്ന ഒരു കാര്യം? കുറേ വർഷമായിട്ട് നടന്നുകൊണ്ട് പോകുന്നൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴേ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് കാരണമാണ് ഇത് ഇത്രയും റീച്ചും ഇത്രയും ജനങ്ങളിലേക്ക് എത്തിയത്. എന്ത് ഉത്സവം ഉണ്ടെങ്കിലും, അമ്പലത്തിലെ ഉത്സവമാണെങ്കിലും പള്ളിയിലെ കാര്യമാണെങ്കിലും എല്ലാവരും എപ്പോഴും ആ സാഹചര്യം നിലനിർത്തി പോകും. വർഷങ്ങളായിട്ട് അറിയുന്ന കാലം തൊട്ട് എല്ലാ വർഷവും നബിദിനത്തിന് ഇങ്ങനെ സല്യൂട്ട് കൊടുക്കാറുണ്ട്. അതൊന്നും വൈറലായിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് വൈറലായി. നബിദിനം മാത്രമല്ല, നമ്മുടെ അവിടുത്തെ ഉറുസായാലും ഇവിടുത്തെ ഉത്സവങ്ങളായാലും ക്ഷേത്രത്തിലെ പാലക്കുന്ന് ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ഒരു സമുദായ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ക്ഷേത്രം എന്ന രീതിയിൽ മാത്രമല്ല, എല്ലാവരും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സമുദായക്കാരായ സഹോദരന്മാരെല്ലാവരും ഒരുപോലെ ഭക്തിയോടെ വിശ്വാസത്തോടെ കയറി വരുന്ന ഒരു ക്ഷേത്രമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകപ്രശസ്ത തബലമാന്ത്രികൻ സക്കീർ ഹുസൈൻ അദ്ദേഹം ഒരു യാദൃശ്ചികമായി നമ്മുടെ ക്ഷേത്രം സന്ദർശിക്കാനിടയായി. അദ്ദേഹം ഒരു മുസ്ലിം സമുദായ ആണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൽ വന്ന ഉടനെ തന്നെ നമ്മളോട് ചോദിക്കുക, എനിക്ക് അകത്തേക്ക് കയറാവോ എന്ന്. അന്ന് ഞങ്ങളൊക്കെ ഭാരവാഹികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായും വിശ്വാസത്തോടെ വരുന്ന ആർക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാം, തൊഴാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം അവിടെ വന്നത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇത്രയും വൈറലായിട്ടില്ലെങ്കിൽ തന്നെയും അന്ന് അതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയമാണ്. എല്ലാ കാലവും മുസ്ലിം സഹോദരന്മാരുടെയൊക്കെ പരിപൂർണ്ണ പങ്കാളിത്തം, സഹകരണം നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഉണ്ടാവാറുണ്ട്. ഇതൊരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം പാലക്കുന്നാർ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഈ സാഹോദര്യം എന്നും ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഭരണിമഹോത്സവം, ഈ പാലക്കുന്നിലെ ഭരണിമഹോത്സവം. അതിലെ ഒരു വലിയൊരു പങ്കാളിത്തം നമ്മൾ ഈ സഹോദരന്മാർ തന്നെ. വീഡിയോ വൈറലായ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആൾ. പക്ഷേ ഇവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. കാരണം ഇവർ കാലങ്ങളായി ഇത് നടത്തി വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതൊന്നും വൈറലായി അല്ലെങ്കിൽ ക്ലിക്കായി എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ഇവരുടെ ഭാഗത്തു നിന്നും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.